ഉടുമ്പിനെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് റെസ്ക്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഉടുമ്പുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വിഷപ്പാമ്പുകൾ, പ്രത്യേകിച്ച് അണലിയൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ് ഉടുമ്പ്. പണ്ടൊക്കെ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതിർത്തി ചേര എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അതിർത്തിയിൽ ഒരു ചേര ഉണ്ടാവും, ആ ചേരയാണ് നമ്മുടെ. ഇപ്പോൾ ഈ അതിർത്തി ചേര ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ചെറിയ പാമ്പുകളൊക്കെ ഇത് തിന്നും. നമുക്കറിയാം ചേരയാണ് കടിച്ചതെന്ന് നമുക്കറിയുന്നു. ചേര കടിച്ചാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. നമ്മളിവിടെ 8th ഫ്ലോറിൽ നിന്നൊക്കെ ഞങ്ങൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റിനകത്ത്. പലപ്പോഴും ടൈലുള്ള സ്ഥലത്തും പാമ്പുകൾ വരും. കിണറ്റിലൊക്കെ വീണ് കഴിഞ്ഞാലും അത് എങ്ങനെയെങ്കിലും കരയെ കയറാനേ നോക്കുള്ളൂ. കിണറ്റിൽ വീണ മൂർക്കനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് സ്പേസ് മതി പാമ്പിന് ഇരിക്കാനായിട്ട്. ഒരു ഇത്രയും ചെറിയൊരു പെട്ടിക്കകത്ത് വലിയൊരു മലമ്പാമ്പൊക്കെ ചുമ്മാ ചുരുണ്ട് കൂടി കയറിയിരിക്കും. വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ അതിനെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാനും ഒരാളെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും ഇതുവരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ മാത്രമാണ്. അതിൽ ബിഗ് 4 വരുന്ന വെനമസ് ആയിട്ടുള്ള സ്നേക്സ് ആണ് ബൈറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോളിവാലൻറ്റ് ആൻറ്റി സ്നേക്ക് വെനം ഉപയോഗിച്ച് ചികിത്സയിലൂടെ നമുക്ക് ആളെ പൂർണ്ണമായിട്ടും ഹെൽത്തി ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഒരു വലിയ പരിധി വരെ സാധിക്കും. പിന്നെ HNBV പോലുള്ള, അതായത് ഈ ആൻറ്റി സ്നേക്ക് വെനം ഇല്ലാത്ത പാമ്പുകളാണെങ്കിൽ പോലും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റിലൂടെ ഡയാലിസിസും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഉപ്പുവെള്ളം കുടിച്ചിട്ട് ആരും ഇതുവരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്. സ്റ്റീൽ ഗ്ലാസ്സിൽ ധാരാളം ഉപ്പുവെള്ളം കലക്കി കുടിച്ച് അതിന്റെ വീര്യം കുറയുന്ന അല്ലെങ്കിൽ സമയം കിട്ടും എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെയാണ്. ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മുറിവ് ഉടനെ കത്തി വെച്ചിട്ട് പുള്ളി വരഞ്ഞിട്ട് ദേഹത്ത് മൊത്തമായിരുന്നു ബ്ലഡൊക്കെ ഞെക്കി. അതുപോലെ കടിച്ച പാമ്പിനെ തിരിച്ച് കടിപ്പിക്കുക എന്നുള്ള രീതി. ഇത് ശരിക്കും പാമ്പ് വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത് നമ്മളൊരു വാക്സിനേഷൻ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന അതേ ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ സ്കിന്നിൻ്റെ താഴെ ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്ന ഇൻ്റർസെല്ലുലാർ ലിക്വിഡിൻ്റെ അകത്ത് ആണ് ഇത് ഇഞ്ചെക്റ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ സിറിഞ്ച് വെച്ച് തിരിച്ചു വലിച്ചാൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത സാധനം തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. അതേപോലെ തന്നെയാണ് ഒരിക്കലും ഇനി പാമ്പിനെ കൊണ്ടുവന്നാൽ അത് സിറിഞ്ചിൻ്റെ അതേ ഇത് തന്നെയാണ് ഇതിൻ്റെ ഫാങ്സിനുള്ളത്, അതായത് മറ്റേ വിഷപ്പള്ളികൾക്കുള്ളത്. സിറിഞ്ച് പോലെ തന്നെയാണ്, ഏകദേശം സിറിഞ്ച് പോലെ തന്നെ ആയിരിക്കുന്നത്. പിന്നെ അതുപോലെയായിരുന്നു ഈയിടെ ഉണ്ടായ സംഭവം, മറ്റേ പാമ്പിനെ തിരിച്ചു കടിച്ചപ്പോൾ അയാൾ രക്ഷപ്പെട്ടു. അത് മിക്കവാറും അത് നോൺ വെനമസ് സ്നേക്സ് ആയിരിക്കും. അല്ലാതെ കാരണം അവരെല്ലാവരും ആഘോഷിച്ചപ്പോൾ പോലും ഇങ്ങനൊരു സാധനം ആൾക്കാരുടെ അടുത്ത് പറഞ്ഞില്ല. അപ്പം ആൾക്കാരൊക്കെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇപ്പോൾ പാമ്പ് കടിച്ചു തിരിച്ചു കടിച്ചാൽ ഞാൻ രക്ഷപ്പെടുന്നുള്ളത്. നോർത്ത് ഇന്ത്യയിലാണ് പ്രത്യേകിച്ച് അങ്ങനെ ബിലീഫ് ഉള്ളത്, ഇവിടെ അത്രയില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ബിലീഫ് കൊണ്ടുവരാനായിട്ട് മീഡിയ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സാധനം പാമ്പ് കടിച്ചാൽ തിരിച്ചു കടിച്ചാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ളൊരു രീതിയിൽ ന്യൂസ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒട്ടും അപകടകാരിയല്ല, പാവമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ കേസാണ്. അവിടെയുള്ള അതിൻ്റെ പേര്, ഇംഗ്ലീഷിലുള്ള പേരെന്ന് പറഞ്ഞാൽ റാറ്റ് സ്നേക്ക് എന്നാണ്. എലി ഉണ്ടെങ്കിൽ അവിടെ ചേര വരും. അപ്പോൾ നമ്മൾ അതിനെ മാക്സിമം ഉപദ്രവിക്കാണ്ടിരിക്കുക. പണ്ടൊക്കെ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതിർത്തി ചേര എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അതിർത്തിയിൽ ഒരു ചേര ഉണ്ടാവും, ആ ചേരയാണ് നമ്മുടെ. ഇപ്പോൾ ഈ അതിർത്തി ചേര ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ചെറിയ പാമ്പുകളൊക്കെ ഇത് തിന്നും. ഓഫിഫാക്കി, അതായത് സ്വന്തം പാമ്പുകൾ തന്നെ വേറെ പാമ്പുകൾ തിന്നും. അതും കൂടി കൊണ്ടാണ് കുറച്ച് മുമ്പ് പറഞ്ഞത് കടിച്ച പാമ്പിനെ കൊണ്ടുപോകാൻ നിൽക്കരുത്. ചിലപ്പോൾ ഒരു കുഞ്ഞു പാമ്പിനെ കഴിക്കാനായിട്ടായിരിക്കും വിഷമുള്ള പാമ്പ് അവിടെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വിഷമില്ലാത്തോ വിഷമുള്ളതാവും. അപ്പം അത് ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ചിലപ്പം ഡയഗ്നോസ് ഇതിനകത്ത് വ്യത്യാസം വരും. അപ്പം എന്ത് വന്നാലും പാമ്പിനെ പിടിക്കാൻ നിൽക്കണ്ട. പിന്നെ ഈ പാമ്പിനെ പിടിക്കാൻ പോയിട്ട് പാമ്പ് കടിയേറ്റ സന്ദർഭങ്ങളുണ്ട്. ഈ കടിച്ച പാമ്പിനെ പിടിക്കാനായിട്ട് ആൾക്കാർ പരതി നടന്നു. രോഗീനെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോയി പാമ്പിനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളൊരു പാമ്പിനെ പിടിക്കാൻ പോയി അവർക്ക് കടി കിട്ടിയ കേസുകളുണ്ട്. അപ്പം അതിന് ഒരിക്കലും അന്വേഷിക്കാൻ നിൽക്കണം, പെട്ടെന്ന് തന്നെ ആളെ കൊണ്ടുപോകുന്നതാണ്. ചേരയുടെ കേസ് നമുക്കൊരു മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ പോലും എറണാകുളം സിറ്റിയിൽ പോലും എലിപ്പനിയൊക്കെ കുറച്ചധികം റിപ്പോർട്ടാവുന്നൊരു സമയമാണ്. വെള്ളപ്പൊക്കം ഉണ്ടാവും, അതിലൂടെ എലിയുടെ മലമൂത്ര വിസർജ്യത്തിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ചേരയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന എലികളുടെ പ്രജനനം വളരെ കുറവായിരിക്കും. പ്രജനനം നടക്കും, പക്ഷെ അതിൻ്റെ നമ്പർ കൺട്രോളിൽ നിർത്തുന്ന പ്രധാന ഒരാളാണ് ഈ ചേര എന്ന് പറയുന്ന പാമ്പ്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മളെ വളരെയധികം സഹായിക്കുന്ന പാമ്പാണ്, അപകടകാരിയല്ല. ഇനി അഥവാ കടിച്ചാൽ തന്നെ നമുക്ക് എൻവെനമേഷൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ നമുക്കറിയാം ചേരയാണ് കടിച്ചതെന്ന് നമുക്കറിയുന്നു. ചേര കടിച്ചാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. കാരണം നോൺ വെനമസ് പാമ്പുകൾ കടിച്ചാലും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്, മുറിവ്. കാരണം ഇവർ കഴിക്കുന്നത് എലിയേയും അങ്ങനെയുള്ള സാധനങ്ങളാണ്. ബാക്ടീരിയ എല്ലാവിധ സാധനങ്ങളും ഇവരുടെ വായിലുണ്ട്. അപ്പോൾ കടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവാനും മുറിവ് പഴുക്കാനും എല്ലാത്തിനുള്ളുണ്ട്. ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുക, പിന്നെ മുറിവ് ഏത് മുറിവ് ഉണ്ടാകുന്ന പോലെയും ഡ്രസ്സ് ചെയ്യുക. അതിപ്പം നോൺ വെനമസ് സ്നേക്സ് ആയാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം എന്ത് വന്നാലും. വെനമസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള ആൻറ്റിവെനം എടുക്കും. പക്ഷേ അതിന് മുമ്പ് തന്നെ മുറിവ് ഡ്രസ്സ് ചെയ്യണം, ഏത് പാമ്പ് കടിച്ചാലും അത് ചെയ്യുന്നതാണ് നോർമലി. ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ധാരാളമായിട്ട് ഇപ്പം ഉടുമ്പിനെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഉടുമ്പും ശരിക്കും പാമ്പിനെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാർ നമ്മളെ അടുത്തൊക്കെ വന്ന് റെസ്ക്യൂ ചെയ്യാൻ പറയാറുണ്ട് ഉടുമ്പിനെ. അപ്പം ഉടുമ്പിനെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് റെസ്ക്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഉടുമ്പുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വിഷപ്പാമ്പുകൾ, പ്രത്യേകിച്ച് അണലിയൊക്കെ കഴിക്കുന്നൊരു സാധനമാണ് ഉടുമ്പ്.
അപ്പം ഇവരുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്പേഴ്സ് ചെക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഉടുമ്പൻതല മോണിറ്റർ ലിസാർഡ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനെ കൊല്ലാണ്ടിരിക്കാൻ നിങ്ങളുടെ പറമ്പിലുണ്ടെങ്കിൽ അതിനെ അവിടെ വിട്ടേക്കുക. അത് പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാത്തൊരു സാധനമാണ്. അതിനൊരു ഭീകര ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. പൊതുവേ നല്ല മിനുസമുള്ള ചുമരാണ് എങ്കിൽ അതിൽ ഗ്രിപ്പ് ചെയ്ത് പിടിക്കാൻ പാമ്പുകൾക്ക് അതായത് ഗ്രിപ്പ് ചെയ്ത് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റഫ് സർഫസ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഗ്രിപ്പുള്ളത് കൊണ്ട് അവർക്ക് കയറി വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ അത് വരില്ല എന്ന് നമുക്ക് തീർത്തും പറയാനും പറ്റില്ല. നമ്മളിവിടെ 8th ഫ്ലോറിൽ നിന്നൊക്കെ ഞങ്ങൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റിനകത്ത് 8th 14th ഫ്ലോറൊക്കെ. അത് എങ്ങനെ അവിടെ എത്തി നമുക്കറിയില്ല. ചിലപ്പോൾ ലിഫ്റ്റിൽ കയറി പോകുന്നതായിരിക്കും, ലിഫ്റ്റിൻ്റെ കൂടെ പോകുന്നതായിരിക്കാം. അതിന് ഗ്രിപ്പ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ടൈൽസിൽ അത് അനങ്ങും, അത് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യും, കുറച്ച് മൂവ്മെൻറ്റ് നടക്കുകയും ചെയ്യും. സാധാ നിലത്ത് എഴയുന്ന പോലെ ടൈൽസിൽ എഴുതാൻ പറ്റില്ലെന്നുണ്ട്. പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു സർഫസിൽ അതിൻ്റെ ഒരു മിനിമം കണക്കെന്ന് പറയുന്നത് 1/3 ഓഫ് ഇറ്റ്സ് ഹൈറ്റ് അതിന് പോകാം. ഇപ്പോൾ ഒരു 6 അടികളൊരു പാമ്പിന് 2 അടിയോളം അതിൻ്റെ തല പൊക്കി വയ്ക്കാൻ പറ്റും. ആ 2 അടിക്കുള്ളിൽ അതിന് എവിടെയെങ്കിലും ഒരു ഗ്രിപ്പ് കിട്ടുകയാണെങ്കിൽ അതിന് പിന്നെ മുകളിലോട്ട് കയറി പോകാൻ പറ്റും. പലപ്പോഴും ടൈലുള്ള സ്ഥലത്തും പാമ്പുകൾ വരും. ഇത് വരുന്നത് ഏതെങ്കിലും ഒരു എലിയോ അല്ലെങ്കിൽ ഇതിൻ്റെ മെനുവിൽ പെട്ട മറ്റ് ജീവികൾ ആ വഴി സഞ്ചരിക്കുകയും അതിൻ്റെ ആ ഒരു കെമിക്കൽ ട്രെയിൽ ഫോളോ ചെയ്ത് ഇത് വന്ന് പെടും. വരില്ല എന്ന് പറയാൻ പറ്റില്ല, ടൈലിട്ട സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പിന്നെ അതിന് മൂവ്മെൻറ്റ് അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ അതും പാനിക്കാകും, ഇത് കാണുന്നത് നമ്മളും പാനിക്കാകും. അർബൻ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുള്ളത് സിവറ്റ്, അതായത് നമ്മുടെ മരപ്പെട്ടി എന്ന് പറഞ്ഞ സാധനം ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കോൾ വരുന്ന ഉടുമ്പാണ്. നമ്മുടെ വനപ്രദേശത്ത് ചേർന്നാണെങ്കിൽ കാട്ടുപൂച്ചയുടെ ഇതുണ്ടാവാറുണ്ട്. പിന്നെ എന്താണ്, അങ്ങനെ വേറെ സാധനങ്ങളില്ല. ഈ 2 സാധനങ്ങളാണ് ഞങ്ങളോട് മെയിനായിട്ട്. സർപ്പയിൽ ശരിക്കും നമുക്ക് ലൈസൻസ് കിട്ടിയിരിക്കുന്നത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ കിട്ടിയിരിക്കുന്നത് സ്നേക്സിനെ മാത്രം ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് ഈ സ്മോൾ ആനിമൽസിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ വിളിക്കാറുണ്ട്, ഇങ്ങനെ മരപ്പട്ടിയെ കണ്ടു, ഉടുമ്പിനെ കണ്ടു എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ പരമാവധി അവയർനെസ്സിലൂടെ അത് ഹാൻഡിൽ ചെയ്യാനാണ് ശ്രമിക്കാറ്. പിന്നെ എറണാകുളം ജില്ലയിലാണെങ്കിൽ അതിന് ചുമതലപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സ്പെഷ്യൽ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നാണ് എറണാകുളത്തുള്ളത്. മറ്റുള്ള ജില്ലകളിൽ RRTs ഉണ്ട്. അവരെ കോൺടാക്ട് ആണ് പറയുക. അപ്പോൾ മരപ്പട്ടിയും ഉടുമ്പും ഒക്കെ വരികയാണെങ്കിൽ തന്നെ ഇത് വരാതിരിക്കാനുള്ള കുറച്ച് ടെക്നിക്സ് നമ്മൾ അവയർനെസ്സിലൂടെ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ ലീഗലി നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പെർമിഷൻ സർപ്പ വോളണ്ടിയേഴ്സിനില്ല. സാധാരണ ഫുഡ് കഴിക്കുന്ന പോലെ ആൻറ്റി ഇതിനാണെങ്കിൽ നമ്മൾ മിക്കവാറും ഈ മൂർക്കനൊക്കെ അടിച്ചെങ്കിൽ പകുതി ബോധം ഉണ്ടാവുള്ളൂ അവിടെ ചെല്ലുമ്പോഴത്തേക്കും. പിന്നെ ഭക്ഷണമൊന്നും കൊടുക്കാനുള്ളത് അല്ല. നീർക്കോലി അടിച്ചാൽ അത്താഴം മുഴങ്ങുന്നൊക്കെ പറയാം. നീർക്കോലി വളരെ പവർ സാധനമാണ്. ഒരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത് നീർക്കോലി കടിച്ചാൽ കഴിക്കുക എന്നുള്ളതാണ്. അത് അലേർട്ടായിട്ട് ഇരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം അത് വിഷപ്പാമ്പാണോ ഇതാണോ അറിയുന്നവരെ അലേർട്ടായിട്ടിരിക്കാന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അല്ലാതെ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ ബിഗ് 4 കാറ്റഗറിയിൽ തന്നെ ന്യൂറോടോക്സിക് വെനമുള്ള പാമ്പുകളുണ്ട്. മൂർഖനും ക്രേറ്റുമാണത്. അപ്പോൾ ഈ മൂർഖൻ്റെയോ ക്രേറ്റിൻ്റെയോ കടി കൊണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണോ ബാധിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോധക്ഷയം ഉണ്ടാകാം, കോൺഷ്യസ്നെസ് ഇല്ലാതാവാം. അപ്പോൾ ബോധം കെട്ട് പോവുകയൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് വരാം. എന്താണ് സംഭവിക്കുന്നത്, ബോധക്കേട് വന്നാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാർട്ട് നിലച്ചു പോകാം, ലങ്സ് ശ്വാസം എടുക്കുന്നത് നിലച്ചു പോകാം. അപ്പോൾ അത് വരാതിരിക്കാൻ പൊതുവെ ആളെ നമ്മൾ മൂർഖൻ കടിച്ചതാണെങ്കിലും ക്രേറ്റ് കടിച്ചതാണെങ്കിലും പൊതുവെ ആളെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നവരെയെങ്കിലും പരമാവധി ആളെ ഒന്ന് റീഷെയർ ചെയ്യുക. 2 അലേർട്ടാക്കി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു പോവുക എന്നുള്ളൊരു കാര്യം നമ്മൾ പറയാറുണ്ട്. കാവുകൾ എന്ന് പറയുന്ന സാധനം പണ്ടത്തെ ഏറ്റവും ഇതിൻ്റെ ഒരു ഇക്കോ സിസ്റ്റമാണ്. പാമ്പുകൾക്ക് അവിടെ എല്ലാ രീതിയിലും, കാരണം എലികളുണ്ടാവും, തവളകളുണ്ടാവും, ചെറിയൊരു കുളമൊക്കെ അതിനകത്തുണ്ടാവും, അതിനകത്ത് തവളകളുണ്ടാവും. അപ്പം അവരുടെ ഒരു ഏറ്റവും നല്ലൊരു ആവാസ വ്യവസ്ഥയായിരുന്നു പണ്ട് പാമ്പുകൾക്ക്. അതിപ്പോൾ ചുരുങ്ങി പണ്ട് നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ് പാമ്പുകളും എന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് കാവുകളൊക്കെ ഉണ്ടാവുന്നത്. കാവൾ നല്ലത് തന്നെയാണ് ഇപ്പം. പക്ഷേ കാവൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ബാക്കി ഇവർ അഡാപ്റ്റഡ് ആയിട്ട് ഇപ്പം നമ്മുടെ വീടുകളിലേക്കും എല്ലായിടത്തേക്കും കയറി തുടങ്ങിയത് അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ കൂടെ തന്നെ ജീവിക്കേണ്ടവരാണ്, അതായത് പേടിച്ച് മാറ്റി നിർത്തേണ്ടവരല്ല. അവർക്ക് അവരുടെ സ്ഥലം ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ഏരിയയിലോട്ട് വരില്ല. ഇപ്പം നിനക്ക് നിൻ്റെ സ്ഥലം, എനിക്ക് എൻ്റെ സ്ഥലം, അതിലേക്ക് ഇങ്ങോട്ട് വരേണ്ട, നീ അവിടെ നിൽക്കണമോ എന്നുള്ളൊരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചിരുന്ന സാധനമാണ്. അത് ചുരുങ്ങിക്കൊണ്ടിരുന്നുകൊണ്ടാണ് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്കും എല്ലായിടത്തേക്കും കയറി തുടങ്ങിയത്. ഇവരുടെ സുരക്ഷ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ പാമ്പുകൾക്കും അവരുടെ സുരക്ഷയെപ്പറ്റി വലിയ ആശങ്കയുണ്ട്.
നമുക്ക് പാമ്പുകളോട് എത്ര പേടിയുണ്ടോ അതിൻ്റെ 10 അതിനിരട്ടിയോ മടങ്ങ് പേടി പാമ്പുകൾക്ക് മനുഷ്യരോടും ഉണ്ട്. അപ്പോൾ അവരുടെയും ബേസിക് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറയുന്നതാണല്ലോ സാധാരണ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. അവരുടെ പരിപാടിയും ഫ്ലൈറ്റ് തന്നെയാണ്. പരമാവധി അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെ രക്ഷപ്പെടുത്താൻ ഒരു വഴി ഒരുക്കി കൊടുത്താൽ തന്നെ അത് സാധാരണ പോവും. ഇപ്പോൾ വീട് നമുക്ക് സിറ്റിയിലൊക്കെ ഇഷ്ടം പോലെ ചേരകളുടെ കേസ് വരാറുണ്ട്. ഡിസ്റ്റർബ് ചെയ്യേണ്ട, കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ അങ്ങനെ വിടാറുമുണ്ട്. അപ്പോൾ ഇൻ കേസ് സർപ്പാർ റെസ്ക്യൂസ് വരാൻ ലേറ്റ് ആവുകയാണ് എങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ മാറി നമ്മുടെ കഥകൾക്കൊന്ന് തുറന്നു കൊടുത്ത് മാറി നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും അത് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പാനിക്കായിട്ട് ഇതിനെ തല്ലിക്കൊല്ലുന്നു, നമ്മുടെ സ്വന്തം ജീവൻ്റെ രക്ഷ അത് ഓർത്തിട്ടാണ് തല്ലിക്കൊല്ലുന്നത് എന്നാണ് ഇത് പറയുന്ന ഒരു ന്യായീകരണമെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നതിലാണ് നമ്മുടെ ജീവൻ്റെ ശരിക്കും റിസ്ക് ഉള്ളത്. അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുവാണ് എങ്കിൽ അതവിടെ ഇരുന്നോളും. നമ്മൾ നമ്മുടെ ജീവൻ്റെ രക്ഷിക്കുക എന്നുള്ള രീതിയിൽ അതിനെ തല്ലാൻ പോകുമ്പോൾ നമുക്കറിയില്ല ഇതെങ്ങനെ മൂവ് ചെയ്യും, എങ്ങനെ റിയാക്ട് ചെയ്യും, അത് മൂർഖനാണോ അതോ അണലിയാണോ നമുക്കറിയില്ല. ഈ അണലിക്കൊക്കെ അത്യാവശ്യം സ്പ്രിങ് പോലെ ചാടി കടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. 360 ഡിഗ്രിയിൽ കടിക്കുക. അത് എങ്ങനെ കടിക്കുന്നു നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റാത്ത സാധനമാണ് അണലി. പിന്നെ അണലിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചത്ത് കഴിഞ്ഞാലും ഇതിനകത്ത് പോയിസൺ നിൽക്കും. അണലിയെ പോലും നമ്മൾ പോയിട്ട് ചവിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മസിൽ കോൺട്രാക്ഷൻ വന്നിട്ട് അതിനകത്ത് വെനം ഇഞ്ചെക്ട് ചെയ്യാനുള്ള, അതിൻ്റെ പല്ലിൽ കൂടി വെനം ഇഞ്ചെക്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ജീവൻ രക്ഷാസ്ത്രം എന്ന് പറഞ്ഞിട്ട് അതിനെ തല്ലിക്കൊല്ലാൻ പോയാലും നമ്മുടെ ജീവന് തന്നെയാണ് ഭീഷണി. കാരണം അത് ത്രെട്ടൻഡായിട്ട് അതിനൊരു ത്രെട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ കടിക്കും, അറ്റാക്ക്. അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു സ്നേക്ക് ഫ്രീ സോൺ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് കിട്ടില്ല. നമുക്ക് ഇവിടെ ആകെ നമുക്ക് സ്നേക്ക് ഇല്ലാത്ത ലോകത്ത് പോൾസിൽ മാത്രമേ ഉള്ളൂ. നോർത്തേൺ സദേൺ പോൾസിലും അന്റാർട്ടിക്കലും അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ പാമ്പില്ലാതെ. പാമ്പുകൾ നമുക്കറിയാം കോൾഡ് ബ്ലഡഡ് ആണ്. അവർക്ക് മനുഷ്യനെ പോലെ അവരുടെ ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്റേണൽ ആയിട്ടുള്ള മെക്കാനിസം ഇല്ല. അപ്പോൾ അവർ പുറത്തുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ ഏറ്റവും കൂളായിട്ട് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. കടലിൽ നിന്ന് കിട്ടുന്നത് ഉപദ്രവിച്ച ആകെ ഒരു കേസും കണ്ടേ ഉള്ളൂ. വലകടിയൻ എന്ന് പറഞ്ഞ സാധനമാണ് സീ സ്നേക്കിൽ മെയിനായിട്ട് കാണുന്നത്. അപ്പം 10-30 സീ സ്നേക്സ് ഉണ്ട്. പക്ഷെ ഒന്നും തന്നെ കടിച്ചിട്ട് ആരും ഒരു കാഷ്വാലിറ്റിയും കണ്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. നാട്ടുപുറ ജലസ്രോതസ്സിൽ കൂടുതലും കാണുന്നത് ഈ പൊളവൻ അല്ലെങ്കിൽ നീർക്കോലി എന്ന സാധനമാണ് വെള്ളത്തിൽ. ബാക്കി ഒരു സാധനവും വെള്ളത്തിൽ അധികം നേരം നിൽക്കില്ല. കിണറ്റിലൊക്കെ വീണ് കഴിഞ്ഞാലും അത് എങ്ങനെയെങ്കിലും കരയെ കയറാനേ നോക്കുള്ളൂ. കിണറ്റിൽ വീണ മൂർഖനൊക്കെ ഒരിക്കലും വെള്ളത്തിൽ കിടന്ന്, മലമ്പാമ്പ് പിന്നെയും വെള്ളത്തിൽ കിടക്കും. പിന്നെ ഈ നീർക്കോലി, ബാക്കിയുള്ള പാമ്പുകളൊന്നും അധിക സമയം അതിന് വെള്ളത്തിൽ കിടക്കാൻ പറ്റില്ല. കിണറ്റിൽ പാമ്പ് വീണാൽ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് സംശയം. കാരണം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു മൂർഖൻ പാമ്പിനെ കിണറ്റിൽ നിന്ന് എടുത്തായിരുന്നു. അപ്പോൾ ഒരിക്കലും അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ശരിക്കും നമുക്ക് മലയാളത്തിൽ ഒറ്റ വാക്കുള്ളൂ, വിഷം എന്നുള്ള ഒറ്റ വാക്കുള്ളൂ. ശരിക്കും ഇംഗ്ലീഷിൽ പറയുമ്പോൾ വെനമും പോയിസണും ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ വെനം നമ്മുടെ ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു പോകുന്ന സാധനമാണ് വെനം. പോയിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുന്നതാണ്. അപ്പം ഇത് ശരിക്കും പ്രോട്ടീനാണ് വിഷം എന്ന് പറയുന്ന മൂർഖൻ്റെ. അത് നമ്മൾ വെറുതെ എടുത്ത് നമ്മുടെ വയറ്റിനകത്ത് മുറിവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പ്രോട്ടീൻ ഇത് എടുത്ത് കഴിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാനില്ല. അത് ബ്ലഡിൽ കലരാത്തിടത്തോളം കാലം നമുക്ക് വെനം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പം കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കുന്നുണ്ടോ ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ യാതൊരു പ്രശ്നമില്ല. എത്രയും പെട്ടെന്ന് അതിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റുമെന്നല്ല. കാരണം ഇത് അധികം നാൾ അതിനകത്ത് ജീവിക്കാൻ പറ്റില്ല. അതിനകത്ത് തവളയോ ഒന്നും ഇല്ലാത്തടത്തോ അതിന് ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസമൊക്കെ കണ്ടിട്ടുണ്ട്. 10 ദിവസത്തിന് കൂടുതലൊക്കെ ആണെങ്കിൽ ചത്ത് ചീഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാൻ കൊള്ളില്ല. പിന്നെ മറ്റ് ജലസ്രോതസ്സുകൾ ഈ പറയുന്ന പോലെ മലമ്പാമ്പ് ഒഴികെ മിക്കവാറും എല്ലാ പാമ്പുകളും മുകളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു ജനറൽ റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഉപദ്രവിക്കാതെ, നമ്മളതിനെ ത്രെട്ടൻ ചെയ്യാതെ, അതിനെ പ്രകോപിപ്പിക്കാതെ ഒരു പാമ്പ് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നാട്ടിൻ പ്രദേശത്തൊക്കെ ധാരാളം ഈ ചേരയൊക്കെ ഇടയ്ക്ക് വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ കിടക്കുന്ന ഇതിനെ തവളേനെയൊക്കെ പിടിക്കുന്ന വീഡിയോ നമുക്ക് ഐഡന്റിഫിക്കേഷൻ റിക്വസ്റ്റ് വരാറുണ്ട്. പിന്നെ മീനിനെ പിടിച്ചു പോകുന്ന വീഡിയോ ഗ്രൂപ്പിൽ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, കടിച്ചു പിടിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്ന അതിൻ്റെ ഇരയെ പിടിക്കാനാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ മിക്കവാറും ഇവർ ഭയങ്കര സ്പീഡിൽ പോവുക ചെയ്യാറ്. അപ്പോൾ നമുക്കതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രൊവൈഡഡ് നമ്മൾ അതിനെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ പ്രകോപിപ്പിക്കാനോ പോകരുത്. കാരണം കാരണം ഈ ഇതിലേക്കൊക്കെ നടക്കുമ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ ശരിക്കും വളരെ പ്രസ് ചെയ്ത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പാമ്പുകൾ രാത്രി ഇറങ്ങുമ്പോൾ ഒന്നിന് വെട്ടം വേണം കയ്യിൽ,
അതൊരു പ്രിക്കോഷണറി മെഷേഴ്സാണ് കേട്ടോ. രാത്രി ഇറങ്ങും, വെട്ടത്തോടു കൂടി ഇറങ്ങുക, എപ്പോഴും ടോർച്ചോട് കൂടി. പിന്നെ നടക്കുമ്പോൾ എപ്പോഴും വൈബ്രേഷൻ ഉണ്ടാക്കി നടക്കുക, അതായത് സ്ട്രോങ് ആയിട്ട് ചവിട്ടി നടക്കുമ്പോൾ ഇത് ഇവർക്ക് പെട്ടെന്ന് നമ്മുടെ പ്രസൻസ് അറിയാൻ പറ്റും. അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പോകാനേ നോക്കത്തുള്ളൂ. ട്രെയിനിൽ ഇഷ്ടംപോലെ എലികളുണ്ട്, നമുക്ക് തന്നെ പോകുമ്പോൾ അറിയാം. ആ എലികളെ പിടിക്കാനായിട്ട് കയറുന്നതാണ്, എവിടെയെങ്കിലുമൊക്കെ കയറുന്നതാണ്. ഒന്നുകിൽ കയറുന്നതാകാം, അല്ലെങ്കിൽ മറ്റൊരു സാധ്യത ഈ ലഗേജിൻ്റെ കൂടെയൊക്കെ വരാം. അതെ, അങ്ങനെ കയറി വരുന്നതും ആകാം. പിന്നെ ഇത് അതിൻ്റെ അകത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ആകെ ഒരു ഇൻസ്റ്റിങ്ക്റ്റേ ഉള്ളൂ, രക്ഷപ്പെടുക, മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. ഈ മിക്കവാറും ഈ ചേരയുടെയൊക്കെ പാഞ്ഞു പോകുന്ന പോക്ക് കണ്ടാൽ നമ്മുടെ ഹൃദയം നിലച്ചു പോകും. അമ്മാതിരി സ്പീഡിലും വെപ്രാളമാണ് ഇത് കാണിക്കുന്നത്. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ പേടിക്കും. അങ്ങനെയാണ് ഇത് മിക്കവാറും കാണുന്നത്. പിന്നെ ഇവർക്ക് പലപ്പോഴും ഈ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മുടെ ചെറിയ ലഗേജിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിപ്പോൾ കാണുന്നുണ്ട്, ഈ ടൈലിട്ട സ്ഥലത്ത് പാമ്പ് വരുമോ എന്നുള്ള ചോദ്യത്തിന് ഈ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പോകുന്ന വഴിക്ക് അതൊരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി വന്ന് ആ സാധനം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കിച്ചണിൽ കൊണ്ടുപോയി തുറന്നപ്പോൾ അവിടെ പാമ്പുണ്ട്. ഈയിടെ കണ്ടിരുന്നല്ലോ ഒരു സ്കൂൾ ബാഗിനകത്ത് പാമ്പിനെ കിട്ടിയത്. അതൊക്കെ ഇത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോൾ അവർ പെട്ടെന്ന് ഇത് മാളമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ സിബ് തുറന്നിരിക്കുകയാണ്, അവർ നോക്കുമ്പോൾ അകത്ത് ഇരുട്ടുള്ള സാധനമാണ്, മാളത്തിലേക്ക് കയറും. നമ്മൾ ട്രാപ്പ് ചെയ്യുന്ന അതേ വെച്ച് തന്നെയാണ്, ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോവാണ്. അപ്പം അതേ ഇത് തന്നെ എവിടെ ഇരുട്ട് കണ്ടാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു സ്പേസ് കണ്ടാലും ഇവർ കയറിയിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് സ്പേസ് മതി പാമ്പിന് ഇരിക്കാനായിട്ട്. ഇത്രയും ചെറിയൊരു പെട്ടിക്കകത്ത് വലിയൊരു മലമ്പാമ്പൊക്കെ ചുമ്മാ ചുരുണ്ട് കൂടി കയറിയിരിക്കും. നമ്മളായിരിക്കും ഈ ഇത്രയും വലിയ സൈസ് എങ്ങനെ ഇതിനകത്ത് കയറി, പക്ഷേ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ബോഡി അത്രമാത്രം ഫ്ലെക്സിബിൾ ആണ്. വളരെ ചെറിയ സ്പേസിൽ വളരെ വലിയ പാമ്പുകളൊക്കെ കയറിയിരിക്കും.